എന്താ ഉണ്ടായത് ശരിക്കും? പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു. അപ്പൊ നമുക്കറിയാലോ, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ വൈകാരികമായ മുദ്രാവാക്യം വിളികൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇൻട്രോ കൊടുത്തതിൽ തന്നെ തെറ്റുണ്ട്. ചിന്താചരം ആ യോഗത്തിലല്ല, ആ പ്രകടനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വലിയ ഒരു ഒത്തിരി ചെറുപ്പക്കാർ പങ്കെടുത്തൊരു പ്രതിഷേധ പ്രകടനമാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതിനകത്ത് മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. നീ വന്ന് വിളിച്ചു പോവുക കുഴപ്പമുണ്ടാക്കിയത്. ഇതിന്റെ ഭാഗമായി നമ്മളും ആ പ്രകടനത്തിൽ പങ്കെടുത്തു. അത്രല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് എപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് ആണ്, സ്ത്രീപക്ഷ പൊളിറ്റിക്സ് ആണ്. അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്സ് ആണ്. ഒരു തെറ്റായ പരാമർശങ്ങളും അത്തരം മുദ്രാവാക്യം വിളികളോടൊന്നും യോജിപ്പുള്ളവരല്ല. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളോടോ അല്ലെങ്കിൽ അത്തരം പ്രകോപനപരമായിട്ട് അഭിപ്രായങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്. എന്തൊരു തള്ളാടിയത്! കൃത്യമായ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? മുമ്പ് ഒരിക്കലും ഇല്ലാത്തതുപോലെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കയ്യേറ്റം ചെയ്യാം. അവർക്ക് കായികമായി ആക്രമിക്കുന്നു, കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ട് വളരെ വൈകാരികമായ ഒരു സന്ദർഭത്തിൽ കേരളത്തിലാകെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മുദ്രാവാക്യം വിളികൾ ഞാൻ പിന്നീട് അത് ഏറ്റു വിളിക്കുന്നില്ല. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കും. നമ്മുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം വിളികൾക്കകത്ത് അത്തരം കാര്യങ്ങൾ കേട്ടപാടെ തന്നെ ഞാൻ പിന്നീട് അവരെ വിലക്കിയിട്ടുണ്ട്. ഞാനത് തുടർന്ന് ഏറ്റുവിളിച്ചിട്ടില്ല. എന്നെ തേച്ചതാണല്ലേ? ആദ്യം ആ ബഹളത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു തുടക്കം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? മുഴുവൻ കാണാൻ തയ്യാറാകണം. ഇത് ബോധപൂർവമായ ആക്രമണമാണ്. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള ആക്രമണമാണ്. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്.